അസ്സലാമു വറഹ്മത്തുള്ളാ. പ്രിയമുള്ളവരെ, ലിറ്ററേച്ചർ ഇൻ അറബിക് ബ്ലോക്ക് 3 ഒന്നാമത്തെ യൂണിറ്റാണ് നമ്മൾ വായിക്കുന്നത്. അൽ അർമിലത്തു വബ്നുഹ, വിധവയും അവളുടെ മകനും. ദാരിസിൽ അസീസ്, പ്രിയപ്പെട്ട പഠിതാവേ, നതഅറഫു ഫി ഹാദിഹിൽ വഹ്ദ, ഈ യൂണിറ്റിൽ നാം മനസ്സിലാക്കുന്നത് അല അദീബിൻ മിനൽ ഉദബാ ഇൽ അറബ് അൽ മഷ്ഹൂരീന, പ്രസിദ്ധനായ അറബി സാഹിത്യകാരന്മാരിലെ ഒരു സാഹിത്യകാരനെ പറ്റിയാണ്. എങ്ങനെ പ്രസിദ്ധിയായിട്ടുണ്ട്? ആലമീയൻ, ലോകാടിസ്ഥാനത്തിൽ. വനഖറു മക്കാലത്ത മിൻ മക്കാലാത്തിഹി അൽ അദബിയ, അദ്ദേഹത്തിൻ്റെ മക്കാലകളിലെ ഒരു സാഹിത്യ മക്കാലയും നാം മനസ്സിലാക്കുകയാണ്. ഫുൽ മക്കാല അൽ മുഅൻവന, അപ്പോൾ ഇവിടെയുള്ള ഹെഡിങ്, മക്കാലയുടെ ഹെഡിങ് എന്നത് അൽ അർമിലത്തു വബ്നുഹ എന്ന മക്കാല. വലത്തി നഹ്നു ബിസ്വദദിഹ, നാം ലക്ഷ്യം വെക്കുന്നത് ആ മക്കാലയാണ്. മുതളമ്മിനത്തുൻ, ആ മക്കാല ഉൾക്കൊള്ളുന്നുണ്ട്, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫി കിതാബ് ദംഅ വബ്തിസാമ ലിൽ കാത്തിബി ഷഹീർ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ പ്രസിദ്ധ എഴുത്തുകാരനായ അദ്ദേഹത്തിൻ്റെ ദംഅ വബ്തിസാമ എന്ന കിതാബിൽ എന്ന പുസ്തകത്തിൽ ഉൾക്കൊള്ളുന്നതാണ്. മൻ മിന്ന ലാ നസ്മഉ അൻ ശഖ്സിയത്തി ജുബ്രാൻ വ അൻ ആസാരിഹിൽ അദബിയ്യ, ജുബ്രാനെ കുറിച്ച് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് കേൾക്കാത്തത്? അദ്ദേഹത്തിൻ്റെ സാഹിത്യ കൃതികളെപ്പറ്റിയും. വഹുവ യുഅദ്ദു മിൻ അബാഖിറത്തിൽ ഉദബ, സാഹിത്യ ഇതിഹാസങ്ങളിൽ ഒരാളായിട്ട് എണ്ണപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഫഖദ് അസ്റ അൽ അദബ, സാഹിത്യത്തെ അദ്ദേഹം സമ്പന്നമാക്കിയിട്ടുണ്ട്. ബിമുഅല്ലഫാത്തിഹി, തൻ്റെ രചനകളെക്കൊണ്ട്. അല്ലത്തി അസ്സറത്ത് ഫി മലായിൻ അൽ അഷ്ഖാസ്, അതാവട്ടെ മില്യൺ കണക്കിന് വ്യക്തികളെ സ്വാധീനിച്ച രചനകളാണ്. ഹൗലൽ ആലം, ലോകാടിസ്ഥാനത്തിൽ തന്നെ. വഷ്തഹറ ഫി ഇദ്ദത്തി മജാലാത്തിൻ, വ്യത്യസ്ത മേഖലകളിൽ അദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട്. കഫൈലസൂഫ്, അദ്ദേഹം ഒരു ഫിലോസഫറാണ്. വറസാം, ഒരു ചിത്രകാരനാണ്. വഷാഇർ, കവിയാണ്. റിവായി, ഒരു നോവലിസ്റ്റാണ്. വക്കാത്തിബ് മക്കാലാത്തിൻ അദബിയ്യ, സാഹിത്യ മക്കാലകൾ എഴുതുന്ന വ്യക്തിയാണ്. വകിതാബുഹു ദംഅ വബ്തിസാമ, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ദംഅ വബ്തിസാമ എന്ന ഗ്രന്ഥം. ലഹു മദാഖുൽ ഖാസ്, അതിന് പ്രത്യേകമായ ടേസ്റ്റ് തന്നെയുണ്ട്. ഫി അൽസ്നത്തി ഖാരിഇഹി, അത് വായിക്കുന്ന വായനക്കാരൻ നാവിൽ. വഹുവ ബിമസാബത്തി അവ്വലി നഗ്മ, അത് ഒന്നാമത്തെ ഒരു രാഗം എന്ന നിലക്കുള്ള അവസ്ഥയിലാണതുള്ളത്. എങ്ങനത്തെ? മിൻ നൗഇഹ, അതിൻ്റെ ഇനത്തിൽ. ഫിൽ ആലമിൽ അറബിൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിൽ മക്കാല എന്ന ആ ഇനങ്ങളുടെ ആ മേഖലകളിൽ ആദ്യത്തെ ഒരു രാഗം എന്ന നിലക്ക് കണക്കാക്കാൻ പറ്റിയ ഗ്രന്ഥമാണത്. ഫഖദ് ഖാലഫത്ത് തറാക്കീബ് അൽ അറബിയ്യ അൽ മഅലൂഫ അൻദാഖ്, ആ രചനയിലൂടെ അദ്ദേഹം അന്ന് പരിചിതമായിരുന്ന അറബികൾ എഴുതുന്ന അവരുടെ അറബി ഘടനകൾക്ക് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം അത് രചിച്ചത്. വജാഅ തംഹീദിൻ ലിഹറക്കത്തിൻ അറബിയ്യ റൊമാൻസിയ്യ ജദീദ, ഇത് വന്നിട്ടുള്ളത് ഒരു പുതിയ നൂതനമായ റൊമാൻറ്റിക് അറബി മേഖല, അതിൻ്റെ ഒരു ചലനം എന്ന നിലക്കുള്ള, അതിൻ്റെ ഒരു തുടക്കം എന്ന നിലക്കാണ് ഈ ഗ്രന്ഥം വരുന്നത്. ഇബ്തിദാഅഹ ജുബ്രാൻ കണ്ടെത്തിയിട്ടുള്ള. ഇസ്തതഅ മിൻ ഖിലാലിഹ, അതിലൂടെ അദ്ദേഹത്തിന് സാധിച്ചു അൻ യുഖദ്ദിമ ലനാ ലൗനൻ ജദീദൻ, നമുക്കൊരു പുതിയ ഇനം നൽകുവാൻ. മിൻ അൽവാനിൽ അദബി, അത് സാഹിത്യ ഇനങ്ങളിലെ. തത്റുബു ലി ജമാലി ലഫ്ളിഹി, അദ്ദേഹത്തിൻ്റെ പദങ്ങളുടെ ഭംഗിക്കു മുമ്പിൽ ആനന്ദപുളകിതമാകും. അൽ ആദാനു, ചെവികൾ. വതർഖാലി ജലാലിഹി, അതിൻ്റെ ലി ജലാലി മആനീഹി, ആ രചനയുടെ ആശയങ്ങളുടെ വ്യക്തതയ്ക്ക് മുന്നിൽ ഉയർച്ചയുണ്ടാകും. അൽ ഖുലൂബ്, ഹൃദയങ്ങൾ ഉയർന്നു പോകും. വതദ്ഹുലു ലിറൗഅതി ഖയാലിഹി, അതിൻ്റെ ഭാവനയുടെ ഭംഗിക്ക് മുന്നിൽ, ഭംഗി കാരണത്താൽ അവിടെ പരിഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു പോകും. അൽ ഉഖൂലു, ബുദ്ധികൾ. ഇനി എന്താണ് അൽ മക്കാലത്തു ഫിൽ അദബിൽ അറബി? അറബി സാഹിത്യത്തിലെ മക്കാല എന്താണ്? അൽ മക്കാലത്തു ഹിയ ഫന്നുൻ, അതൊരു കലയാണ്. ഫന്നു അറദിൽ അഫ്കാരി വൽ ആറാഇ, ചിന്തകളും കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുന്ന കലാരൂപമാണ് മക്കാല. അർളൻ ഇൽമിയൻ ഔ ഫന്നിയൻ, അത് കലാപരമായിട്ടോ വൈജ്ഞാനികമായിട്ടോ ഉള്ള അവതരണമാണ് ഉണ്ടാവുക. ബി അസാലിബ മുഅസ്സറ, സ്വാധീനിക്കുന്ന ശൈലി ഉപയോഗിച്ചുകൊണ്ട്. ഫി നുഫൂസിൽ ഖുറാഇ, വായനക്കാരുടെ മനസ്സുകളെ. നശഅത്തിൽ മക്കാലത്തു ഫിൽ അദബിൽ അറബി ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലാണ് അറബി സാഹിത്യത്തിൽ മക്കാലകൾ വളർന്നു വന്നത്. വലാകിന്ന ഫന്നൽ കിതാബത്തി ലൈസ ജദീദൻ ഫിൽ അദബിൽ അറബി, എന്നാൽ എഴുത്ത് എന്ന കല അറബി സാഹിത്യത്തിൽ പുതുതായിരുന്നില്ല. ബദഅ ഫിൽ അസ്റിൽ ഉമവി കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വതതവറ ഫിൽ അസ്റിൽ അബ്ബാസി കാലഘട്ടത്തിൽ ഇത് പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. വഹുവ യുഅദ്ദു അസ്സൂറത്തുൽ ഊല, ആ രചനകൾ തന്നെയാണ് ഒന്നാമത്തെ രൂപമായി കണക്കാക്കപ്പെടുന്നത്. ലിൽ മക്കാലാത്തിൽ അദബിയ്യ, സാഹിത്യ മക്കാലകളുടെ. ഇന്ന നഷ്അത അസ്സിഹാഫ് അൽ അറബിയ്യ, അറബി പത്രപ്രവർത്തനത്തിൻ്റെ വളർച്ച എന്നുള്ളത് സാഇദത്ത് കസീറൻ, ധാരാളമായി സഹായിച്ചിട്ടുണ്ട്. ലി തതവ്വുരിൽ മക്കാലാത്തി, മക്കാലകളുടെ വളർച്ചയ്ക്ക്. ബി അൻവാഇഹ അൽ മുഖ്തലിഫ, അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾക്ക്.
ഏതൊക്കെ? അൽ മഖാലാത്തു അസ്സഹ്ഫിയ, ഒന്ന് പത്രമേഖലകളിലെ മക്കാലകൾ, വൽ മഖാലാത്തു സിയസിയ, രാഷ്ട്രീയ മക്കാലകൾ, വൽ മഖാലാത്തുൽ അദബിയ, സാഹിത്യ എസ്സേകൾ, ആർട്ടിക്കിളുകൾ, അൽ മഖാലാത്തുൽ ഇജ്തിമാഇയ്യ, സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മക്കാലകൾ, അൽ മഖാലാത്തുൽ നഖദിയ, നിരൂപണ മേഖലയിലെ മക്കാലകൾ. വഹുന കസീറു മിനൽ ഉദബാഇൽ മഷ്ഹൂരീൻ, ഇവിടെ ധാരാളം പ്രസിദ്ധനായ സാഹിത്യകാരന്മാരെ കാണാൻ പറ്റും. ഫി ഫന്നിൽ മക്കാല എന്ന കലയിൽ. അംസാൽ ആരെ പോലെ? അബ്ദുറഹ്മാൻ അൽ കവാക്കിബി, അഹമ്മദ് ഹസൻ അൽ സയ്യാത്ത്, ത്വഹ ഹുസൈൻ, മുസ്തഫ സാദിഖ് റാഫിഇ, അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്, അലി അത്വൻതാവി, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ വഗൈറുഹും, അവരല്ലാത്തവരും. ഇനി അൽ അർമിലത്തു വബിനുഹ, വിധവയും അവളുടെ മകനും. ഹിയ മക്കാലത്തുൻ അദബിയ്യത്തുൻ ഖസീറത്തുൻ ജിദ്ദൻ, ഇത് വളരെ ഷോർട്ടായ ഒരു സാഹിത്യ മക്കാലയാണ്. ആരുടെ? ലിൽ അദീബിൽ അറബി ഷഹീർ, പ്രസിദ്ധ അറബി സാഹിത്യകാരൻ ജുബ്രാൻ ഖലീൽ ജുബ്രാനിൻ്റെ. വല്ലതി തനാവലു, അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ മക്കാല കൈകാര്യം ചെയ്യുന്നു, ഹാലത്ത അർമിലത്തിൻ, ഒരു വിധവയുടെ സാഹചര്യം, വബിനിഹ, അവളുടെ മകൻ്റെയും, അല്ലദാനി യുവാജിഹാനി, രണ്ടുപേരും അഭിമുഖീകരിക്കുന്നു, മസാഇബദ്ദഹർ, കാലവിപത്തുകളെ, ബിദൂനി ഷഫഖത്തിൻ, യാതൊരു അനുകമ്പയും ഇല്ലാത്ത നിലക്ക്. ഈ അനിൽ കാത്തിബ്, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഗ്രന്ഥകാരനെ പറ്റി നമ്മൾ ഒരു വിശദീകരണം എഴുതുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ മക്കാലിനെ പറ്റി എഴുതാൻ പറഞ്ഞാൽ ആ മക്കാലിൻ്റെ കാത്തിബിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യം പറയേണ്ടി വരും. ഇനി ഒരു ഷെയറിനെ പറ്റി പറഞ്ഞാൽ ഷെയറിനെ ഷായറിനെ കുറിച്ച് പറയേണ്ടി വരും. കുറേ ഡീറ്റെയിലായിട്ട് എഴുതേണ്ട, കുറച്ച് കാര്യങ്ങൾ, ഒരു 5 പോയിൻ്റെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ ഇവിടെ മക്കാല എഴുതുന്ന ആ മക്കാലയുടെ സ്വാഹിബായ ജുബ്രാനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ഹുവ അദീബുൻ വ ഷാഇറുൻ വ കാത്തിബുൻ വ റസ്സാമൻ ബാഹിറുൻ. ബാഹിർ എന്ന് പറഞ്ഞാൽ ഉജ്ജ്വലമായ, പ്രമുഖനായ ഒരു ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്, കവിയാണ്, സാഹിത്യകാരനാണ്. വുലിദ ഫി ബൽദത്തി ബുഷ്റ ഫി ലുബ്നാൻ, ലബനാനിൻ്റെ ബുഷ്റ എന്ന പ്രദേശത്താണ്, എന്ന നാട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. അത് ജനുവരി 6 1883 വആഷഹുന ഫഖീറൻ, ദരിദ്രനായിട്ടാണ് അദ്ദേഹം ജീവിച്ചത്. ലം യതലഖ തഅലീം റസ്മി, ഔദ്യോഗിക വിദ്യാഭ്യാസം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. സുമ്മ ഹാജറ ഇല അമേരിക്ക ഷിമാലിയ, വടക്കേ അമേരിക്കയിലൊക്കെ അദ്ദേഹം ഹിജ്റ പോയി. വആഷ ഫി ന്യൂയോർക്ക്, അങ്ങനെ നാട് വിട്ട് സ്വദേശം വെടിഞ്ഞ് ന്യൂയോർക്കിലെ വടക്കേ അമേരിക്കയിൽ അദ്ദേഹം വന്നു, ന്യൂയോർക്കിൽ താമസമാക്കി. വദറസ ഹുനൽ ലുഗൽ ഇൻജലീസിയ, അവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പഠിച്ചു. വബദ യക്തുബു ഫിൽ ലുഗതൈനി അൽ അറബിയ്യ വൽ ഇൻജലീസിയ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ രചനാ മേഖല 2 ഭാഷയിലും അദ്ദേഹം തുടങ്ങി, ഇംഗ്ലീഷിലും അറബിയിലും. സാഹമ ഫി അഅമാലി റാബിത്തുൽ ഖലമി അൽ ജംഇയ്യ അൽ അദബിയ്യ ഫിൽ മഹിജർ, മഹിജറിലെ, അദ്ദേഹം ഹിജ്റ വന്ന സ്ഥലത്തെ മഹിജറിലെ സാഹിത്യ സംഘടനയായ റാബിത്ത അൽ ഖലമിയ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ധാരാളം പങ്ക് വഹിച്ചിട്ടുണ്ട്, കോൺട്രിബ്യൂഷനുണ്ട്. വഖലഹറത്ത് മിൻ അഖ്ലാമിഹി, അദ്ദേഹത്തിൻ്റെ പേനകളിലൂടെ രംഗത്ത് വന്നു, ആവിർഭവിച്ചു. മുഅല്ലഫാത്തുൻ അദബിയ്യ ഖാലിദ, നിത്യവാസത്തിൻ്റെ ശാശ്വതമായ സാഹിത്യ കൃതികൾ അദ്ദേഹത്തിൻ്റെ പേനയിലൂടെ പിറവിയെടുത്തു. അംസാൽ ഏതുപോലെ അൻ നബി, അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. ഹദീഖത്തുൻ നബി, ദംഅ വബ്തിസാമ, അൽ അജ്നിഹ അൽ മുതക്കസ്സിറ, അൽ അർവാഹ് അൽ മുതമർരിദ. വഖത് തുർജുമ കിതാബുഹു അൻ നബി എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇല അക്സറ മിൻ 110 ലുഗാത്തിൻ അലമിയ, ലോക ഭാഷകളിൽപ്പെട്ട 110 ഭാഷകളിലേക്ക് ആ ഗ്രന്ഥം വിവർത്തനം ചെയ്യപ്പെട്ടു. തൂഫിയ ജുബ്രാൻ മരണപ്പെട്ടത് അത് ഏപ്രിൽ 10 1931 ന്യൂയോർക്കിൽ വെച്ച്. വദുഫിന ഫി ലുബ്നാൻ, പക്ഷേ അദ്ദേഹത്തെ കബറടക്കിയത് സ്വദേശമായ ലുബ്നാനിലാണ്. ഇനി ആ മക്കാലയെപ്പറ്റി, അൽ മക്കാല അൽ അർമില വബ്നിഹ, അൽ അർമില വബ്നുഹ എന്ന ആ മക്കാലയെക്കുറിച്ച് കുറച്ച് കാര്യം. അൽ അർമില വബ്നുഹ എന്നുള്ളത് ഹിയ മക്കാല അദബിയ ഖസീറ, അത് വളരെ ഷോർട്ടായ ഒരു സാഹിത്യ മക്കാലയാണ്. ഉഖിദത്ത് മിൻ കിതാബി ദംഅ വബ്തിസാമ എന്ന കൃതിയിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. അൽ കിതാബ് ഷഹീറു ഫിൽ അദബിൽ അറബി ലി ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ആ കിതാബാവട്ടെ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ അറബി സാഹിത്യത്തിലെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. യതനാവലുൽ അദീബു ഫീഹ, അതിൽ സാഹിത്യകാരൻ കൈകാര്യം ചെയ്യുന്നു അൽ ഹാലത്ത സയ്യിഅ, വളരെ ദുരിതപൂർണമായ അവസ്ഥ. ആരുടെ? ലിൽ അറാമിൽ, വിധവകളുടെ, വബനാഇഹിന്ന, അവരുടെ മക്കളുടെയും, യതീമായ മക്കളുടെയും. പിന്നെ വൽ ഹയാത്തി ലൻഖ, കുടുസമായ ജീവിതവും. ലിൽ ഫുഖറാഇ, ദരിദ്രരുടെ, എവിടെ ജീവിക്കുന്ന ഫിൽ ആലമി ഷർഖി, പൗരസ്ത്യ ദേശങ്ങളിൽ താമസിക്കുന്ന ദരിദ്രരുടെയും ഇത്തരം യതീമുകളുടെയും വിധവകളുടെയും ഒക്കെ ദുരിതപൂർണമായ ജീവിതത്തെയാണ് ഇതിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. കമാന അരീഫ്, നമുക്കറിയുന്ന പോലെ തന്നെ അന്നൽ അദീബ, സാഹിത്യകാരനും ആനൽ ഫഖ്റ, ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിച്ചവനാണ്, സഫർ ചെയ്തവനാണ്. വൽ ഹയാത്ത ഷരിദ, അലഞ്ഞു തിരിഞ്ഞടക്കേണ്ട ജീവിതത്തിന് വിധിക്കപ്പെട്ടവനാണ്. ഫി സിഗരി സിന്നിഹി, ചെറുപ്പകാലത്തിൽ തന്നെ, ഫി ലബനാനിലൂടെ. വലിഹാദിഹിൽ ഹയാത്തി, ഈ ഒരു ജീവിതത്തിൽ തന്നെ, ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അസറുൻ ബാരിസുൻ, വളരെ വ്യക്തമായ ഒരു സ്വാധീനം. ഫി കിതാബാത്തിഹി അൽ അദബിയ, തൻ്റെ സാഹിത്യ രചനകളിലും, വഗൈരിൽ അദബിയ, സാഹിത്യ അല്ലാത്ത മറ്റു രചനകളിലും. മുഅല്ലമു ആസാരിഹി അൽ അദബിയ,
അദ്ദേഹത്തിൻ്റെ അധിക സാഹിത്യ കൃതികളും ഇജ്തിമാഇയ്യൻ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനാണ്, സിയാസിയൻ രാഷ്ട്രീയ വിഷയങ്ങളാണ്, മുവജ്ജഹുൻ അവയെല്ലാം ലക്ഷ്യം വെക്കപ്പെട്ടതായിരുന്നു നഹ്വ ഉമറ ഇദ്ദീൻ മത നേതാക്കൾക്ക് നേരെ, വൽ ഹുക്കാം ഭരണ നേതൃത്വത്തിന് നേരെ, ഫിൽ ആലമി ഷറഖി പൗരസ്ത്യ ദേശങ്ങളിലുള്ള. മഅദാലിക അതോടൊപ്പം യഅ്വി ഫി ജമീഇൽ അഹ്യാനി അധിക സമയങ്ങളിലും അദ്ദേഹം അഭയം പ്രാപിക്കുമായിരുന്നു ഇലാ ഖാലിഖിൽ കൗനി പ്രപഞ്ച സൃഷ്ടാവിലേക്ക്, വയർഗബു മിൻഹു അവനിൽ നിന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു സാഹിത്യകാരൻ, അഷ്ഫഖ വറഹ്മ അനുകമ്പയും ആർദ്രതയും കാരുണ്യവും, നഹ്വ ഹഉല ഇൽ ഫുഖറാ ഈ സാധുക്കൾക്കു നേരെ, വൽ മുഷറദീന ഈ അലഞ്ഞു തിരിഞ്ഞടക്കുന്ന സ്വദേശം വീടും കൂടിയും ഇല്ലാത്തവർക്ക് നേരെ, വൽ മുഹമ്മഷീന ഈ മാർജിനലൈസ്ഡ് പീപ്പിളിന് നേരെ, അരികുവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് വേണ്ടി അവർക്ക് നേരെ റഹ്മത്തും ഷഫഖത്തും കിട്ടാൻ വേണ്ടി. ഫഹാദിഹിൽ മക്കാല അങ്ങനെ വരുമ്പോൾ ഈ മക്കാല അൽ അർമിലത്തു അബ്നുഹ എന്നുള്ളത് ഖൈറു മിസാലിൻ ഏറ്റവും നല്ല ഉദാഹരണമാണ് ലിതസ്വീരി ഹാദിഹിൽ ഹയാത്തിൽ മുതശർരിദ ഈ നാടോടി ജീവിതത്തെ ചിത്രീകരിക്കുന്നതിനുള്ള. നസ്സുൽ മക്കാല ആ ഒരു മക്കാലയാണ് അതിൻ്റെ ടെക്സ്റ്റ്. അൽ അർമില വബ്നുഹ വിധവയും അവളുടെ മകനും. ഹജമൽ ലൈലു മുസ്രിഅൻ അലാ ഷിമാൽ രാത്രി അത് വേഗത്തിൽ വന്നു അലാ ഷിമാൽ വടക്കേ ലബനാനിലേക്ക്, മുസ്തൽഹിറൻ അലാ നഹാരിൻ പകലുകളെ യാത്രയാക്കിക്കൊണ്ട് പകലിനെ പറഞ്ഞയച്ചു, തസാഖത്തതു ഫീഹി സുലൂജു മഞ്ഞുകൾ അവിടെ പെയ്തിറങ്ങി, അലാ തിൽക്കൽ ഖുറ ആ ഗ്രാമങ്ങളിൽ ആ നാടുകളിൽ, അൽ മുഹീത ബിവാദി ഖാദീഷ താഴ്വരയ്ക്ക് ചുറ്റും വലയം വെച്ചുള്ള ചുറ്റുമുള്ള ആ ഗ്രാമങ്ങളിലേക്ക് ആ നാടുകളിലേക്ക് ആ വില്ലേജിലേക്ക് മഞ്ഞുകൾ പെയ്തിറങ്ങി. ജാഇലതൻ തിൽക്കൽ ഹുഖൂലി വൽ ഹിലാബി സഫഹതൻ ബൈദാ അവിടെയുള്ള ഹുഖൂൽ വയലുകളും വൽ ഹിലാബ് കുന്നുകളും അവിടെയുള്ള വയലുകളും അതുപോലെ തന്നെ കുന്നുകളെയും ആക്കിക്കൊണ്ട് സഫഹതൻ ബൈദാ മഞ്ഞ് വീണിട്ട് എന്താക്കിയിട്ടുണ്ട്, സഫഹതൻ ബൈദാ ഒരു വെളുത്ത പേപ്പർ പോലെ, തർസുമു അലൈഹ ആ വെള്ള പേപ്പറിന് മുകളിൽ വരക്കുന്നുണ്ട് അൽ അരിയാഹു റീഹുകൾ കാറ്റുകൾ, ഖുതൂതൻ ചില വരകൾ വരക്കുന്നു, തംഹുഹൽ അറിയാഹു മറ്റു ചില കാറ്റുകൾ ആ വരകളെ മായിച്ചു കളയുന്നു, വതതലാഅബു ബിഹൽ അവാസിഫു കൊടുങ്കാറ്റുകൾ അവിടെ കളിക്കുന്നു, മാസിയത്തൽ ജവ്വ് അൽ ഗദൂബ ബിത്വബീഅത്തിൽ ഹായില കോപാകുലമായിട്ടുള്ള ഈ പ്രകൃതിയെക്കൊണ്ട് ദേഷ്യപ്പെട്ട അന്തരീക്ഷവുമായി കൂടിക്കലർന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ പ്രകൃതി മൊത്തം ശക്തമായി സ്ട്രോങ് ആയി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ പ്രകൃതിയുടെ കാറ്റും അവിടുത്തെ അന്തരീക്ഷവും തണുപ്പും മഞ്ഞുവീഴ്ചയും ഒക്കെ പ്രകൃതിയുടെ ചില കളികളായിട്ട് ഗ്രന്ഥകാരൻ അല്ലെങ്കിൽ ജുബ്രാൻ പറയുകയാണ്. അങ്ങനത്തെ വല്ലാത്ത തണുപ്പിൻ്റെ ഒരു രാത്രിയാണ് ആ സമയം ലബനാനിൽ. ഇൻസാൻ ഫി മനാസിലിഹി മനുഷ്യനൊക്കെ വീടണഞ്ഞിട്ടുണ്ട് ആ രാത്രിയിൽ. വൽ ഹയവാനു ഫി മറാബിലിഹി മൃഗങ്ങളും അവരുടെ കൂടുകൾ അണഞ്ഞു. വസക്കനത്തെ ഹറക്കത്തു കുല്ലി ദീ നസ്മത്തിൻ ഹയ്യ ജീവശ്വാസമുള്ള എല്ലാവരുടെ ചലനവും നിശ്ചലമായി ശാന്തമായി അർദ്ധരാത്രിയാണ്. വലം യബ്ഖാ ഗൈറ ബർദിൻ ഖാരിസിൻ ശക്തമായ തണുപ്പല്ലാതെ മറ്റൊന്നും അവിടെയില്ല. വസം ഹരീരിൻ ഹായിജിൻ അത് രോമകൂപങ്ങളെ തുളച്ചു കയറുന്ന തണുപ്പാണ്. വലയിലിൻ അസ്വദ മുഖീഫിൻ ഭയപ്പെടുത്തുന്ന കറുത്ത കൂരിരുട്ടാണ്. വമൗത്തിൻ ഖവിയ്യിൻ മുരീഇൻ പേടിപ്പെടുത്തുന്ന ശക്തമായ മരണ തളം കെട്ടി നിൽക്കുന്ന പ്രതീതി. അത്രമാത്രം ഇരുട്ടും തണുപ്പും ആ രാത്രിയിലുണ്ട്. വകാന ഫി മൻസിലിൻ മുൻഫരിദിൻ ബൈന തിൽക്കൽ ഖുറ ആ ഗ്രാമങ്ങളിൽ ശാന്തമായ നിശ്ചലമായ ചലനമില്ലാത്ത ആ ഗ്രാമങ്ങളിലെ ഒരു വീട്ടിൽ മാത്രം ഇംറഅത്തുൻ ജാലിസ ഒരു പെണ്ണിരിക്കുന്നുണ്ട്. അമാമ മൗഖിദിൻ അവൾ കത്തിച്ചു വെച്ച വിളക്കിൻ്റെ മുമ്പിൽ. തുൻസിജു സൂഫ അവൾ കമ്പിളി തുന്നുകയാണ്. റിദാഅൻ തട്ടമായി ഒരു കമ്പിളി തുന്നിക്കൊണ്ടിരിക്കുകയാണ്. വബിഖുർബിഹ വഹീദുഹ അവളടുക്ക അവളുടെ ഏക മകനുണ്ട് വഹീദ്. യൽനുറു താറത്തൻ ഇല അഷിഅത്തിന്നാർ ചില സമയം അവൻ അവിടെ കത്തിച്ചു വെച്ച തണുപ്പിൽ നിന്ന് ചൂട് കിട്ടാനും ലൈറ്റ് കിട്ടാനും വേണ്ടി കത്തിച്ച ആ വിളക്കിലേക്ക് ആ തീയുടെ കിരണങ്ങളിലേക്ക് അവൻ നോക്കുന്നു. വതൗറൻ ഇല വജ്ഹി ഉമ്മിഹിൽ ഹാദി ചില ഘട്ടങ്ങളിൽ ശാന്തമായ ഉമ്മയുടെ മുഖത്തേക്കും അവൻ നോക്കുന്നുണ്ട്. ഫിതിൽക സാഅതി ആ ഒരു സമയം അസഫത്തിൽ റിയാഹു അവിടെ ഒരു കൊടുങ്കാറ്റ് വീശി. ബിഷിദ്ദത്തിൻ അതിശക്തമായ. വഹസ്സത്ത് അർഖാനു ദാലിക്കൽ ബൈത്തി ആ വീടിൻ്റെ തൂണുകൾ ശക്തമായൊന്ന് കുലുങ്ങി. ഫദുഇറ സ്വബിയ്യു ആ കുട്ടിയൊന്ന് ഭയപ്പെട്ടു. വഖതറബ മിൻ ഉമ്മിഹി ഉമ്മയുടെ അടുക്കലേക്ക് വന്നു. മുഹ്തമിയൻ ബി ഹനൂനിഹ ആ ഉമ്മയുടെ ലാളിത്യത്തിൽ അഭയം കിട്ടാൻ വേണ്ടി പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടി. മിൻ ഗളബിൽ അനാസുരി പ്രകൃതിയുടെ എല്ലാ ഘടകങ്ങളുടെയും ദേഷ്യത്തിൽ നിന്ന് ഉമ്മയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ വേണ്ടി. ഫദമ്മത്തുഹു ഇലാ സ്വദരിഹ ആ ഉമ്മ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. വഖബ്ബഅതുഹു അണച്ചു പിടിച്ചു അവനെ. സുമ്മ അജ്ലസതുഹു അവനെ ഇരുത്തി
അലാ റുക്ബതൈഹ, അവളുടെ അവളുടെ മുട്ടിൽ, അവളുടെ മടിയിൽ അവനെ ഇരുത്തി. വഖാലത്ത്, എന്നിട്ട് പറഞ്ഞു, ലാ തജ്സഉ യാ ബുനയ്യ, മോനെ നീ ഭയപ്പെടേണ്ടതില്ല. ഫത്വബീഅതു തുരീദു അൻ തഇലൽ ഇൻസാൻ, പ്രകൃതി ചില സമയം മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു. എന്ത്? മുദ്ഹിറത്തൻ പ്രകടമായി തന്നെ, അലമത്തഹ, ആ പ്രകൃതിയുടെ അലമത്തുകളെ, ഗാംഭീര്യതയെ, പ്രകൃതിയുടെ മഹത്വത്തെ. ആർക്ക്? തുജാഹ സിഗരിഹി, ചെറിയ കുട്ടികൾക്ക് നേരെ അതിനുള്ള ഗാംഭീര്യം, അതിനുള്ള വലുപ്പം, അത് മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില സമയങ്ങളിൽ പ്രകൃതി ഉദ്ദേശിക്കും. പിന്നെയോ വഖുവ്വതഹ, ആ പ്രകൃതിയുടെ ശക്തിയും, ബിജാനിബി ദഅഫിഹി, ദുർബലർക്കു നേരെ. ലാ തഖഫ് യാ വലദി, മോനെ നീ ഭയപ്പെടരുത്. ഫമിൻ വറാഇ സുലൂജിൽ മുതസാഖിത, ഉതിർന്നു വീഴുന്ന മഞ്ഞുകൾക്കപ്പുറം, വൽ ഗുയൂമിൽ മുതലബ്ബദ, മൂടിക്കെട്ടിയ കാർമേഘങ്ങൾക്കപ്പുറം, വൽ റിയാഹിൽ ആസിഫ, ശക്തമായ കാറ്റുകൾക്ക്, കൊടുങ്കാറ്റുകൾക്കപ്പുറമുണ്ട്. ഖുദ്ദൂസുൻ കുല്ലിയുൻ ആലമിൻ, ഒരു പരമാത്മാവ്, ഒരു പ്രപഞ്ച സൃഷ്ടാവ്. ബിമാ തഹ്താജുൽ ഹുഖൂൽ വൽ ആക്കാം, ആ സൃഷ്ടാവിനെ, ആ പരമാത്മാവിന് ആവശ്യമുണ്ട് ഹുഖൂലുകൾക്കും ആക്കാമുകൾക്കും, വയലുകൾക്കും കുന്നുകൾക്കും. മിൻ വറാഇ കുല്ലി ഷൈഇൻ, എല്ലാത്തിനും അപ്പുറമുണ്ട്. ഖുവ്വത്തുൻ നാളിറത്തുൻ, ഒരു പ്രകാശമുണ്ട്. നാളിറത്തുൻ ഇലാ ഹഖാറത്തിൽ ഇൻസാൻ, മനുഷ്യൻ്റെ നീചമായ അവസ്ഥയിലേക്ക് നോക്കിക്കാണുന്ന. ബിഐനി ശഫഖത്തി വറഹ്മ, ആർദ്രതയോടെയും കാരുണ്യത്തോടെയും മനുഷ്യൻ്റെ നിശ്ചലാവസ്ഥ, ദുർബലാവസ്ഥയ്ക്കു നേരെ നോക്കിക്കാണുന്ന ഒരു പ്രകാശമുണ്ട്. ലാ തജ്സഅ യാ ഫിൽദത കബദി, എൻ്റെ കരളിൻ്റെ കഷ്ണമേ, നീ ഒരിക്കലും ഭയപ്പെടരുത്. ഫത്വബീഅത്തു, നീ ദുഃഖിക്കരുത്. ഫത്വബീഅത്തു ലത്തി ഇബ്തസമത് ഫി റബീഇ, പ്രകൃതി അത് റബീഇൽ, വസന്തത്തിൽ ചിരിക്കുകയായിരിക്കും. വളഹികത് ഫി സ്വൈഫി, അത് വേനലിൽ കരയുകയായിരിക്കും. വതഅവഹത് ഫിൽ ഖരീഫി, ശരത്കാലത്തിൽ അത് ജ്വലിക്കുകയായിരിക്കും. തുരീദു, അത് ഉദ്ദേശിക്കുന്നു. അൻ തുബ്കീനി അൽ ആൻ, ഇപ്പോൾ കരയിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കരയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒമൻ ദുമൂഇഹൽ ബാരിദ, അതിൻ്റെ തണുത്ത കണ്ണുനീരിൽ നിന്ന്, ആ തണുത്ത കണ്ണുനീരിലൂടെ തസ്തഖിൽ ഹയാത്തുർ റാബിള, ജീവൻ നറ്റുപോയ അല്ലെങ്കിൽ രോഗിയായ ജീവിതത്തെ കുടിപ്പിക്കുന്നത് അതിൻ്റെ തണുത്ത കണ്ണുനീരിൽ നിന്നാണ്. തഹ്ത അത്ബാഖി സറ, എവിടെ രോഗിയാണ് ജീവിതങ്ങൾ? തഹ്ത അത്ബാഖി സറ, മണ്ണിൻ്റെ അടിത്തട്ടുകൾക്കിടയിൽ ജീവൻ വറ്റിപ്പോയിട്ടുള്ളവയെ അവ എന്തു ചെയ്യുന്നു? കുടിപ്പിക്കുകയാണ്, അത് കരയുമ്പോൾ. നം യാ വലതി, മോനെ നീ ഉറങ്ങ്. ഫഫിൽ ഗദി, നാളെ. തസ്തൈഖിലു, നിനക്ക് എഴുന്നേൽക്കാം. വതറസ്സമാ സ്വാഫിയത്തൽ അദീമി, ആ സമയം ആകാശപ്രതലം അത് തെളിഞ്ഞതായി നിനക്ക് കാണാം. വൽ ഹുഖൂല ലാബിസതൻ ദിദാ അസ്സൽജി അന്നാസിഇ, വയലുകളൊക്കെയും തെളിഞ്ഞ ശുദ്ധമായ മഞ്ഞുകളെ കൊണ്ട്, മഞ്ഞിൻ്റെ പുതപ്പുകൾ കൊണ്ട് പുതപ്പു ധരിച്ചതായി, വസ്ത്രം ധരിച്ചതായിട്ട് വയലുകളെയും നിനക്ക് കാണാം. എങ്ങനെ ധരിച്ചിട്ടുണ്ട്? മിസ്ലമാ തർത്തദി അന്നഫ്സു സൗബത്ത്ഹരി, ഒരു മനുഷ്യൻ്റെ ശരീരം പുതച്ചതുപോലെ. എന്തുകൊണ്ട്? സൗബത്തുഹർ, പരിശുദ്ധിയുടെ വസ്ത്രം. ബഅദ മുസാറഅത്തിൽ മൗത്ത്, മരണത്തോട് മല്ലിട്ട ശേഷം. നം യാ വഹീദി, മോനെ നീ ഉറങ്ങ്. ഫവാലിദുക നാളിറുൻ അൽ ആൻ ഇലൈന, നിൻ്റെ പിതാവ് ഇപ്പോൾ നിന്നിലേക്ക് നോക്കുന്നുണ്ട്. നാളിറുൻ അൽ ആൻ ഇലൈന, നമ്മിലേക്ക് നോക്കുന്നുണ്ട്. മസ്മിൻ മസാരിഹിൽ അബദിയ, ശാശ്വതത്വത്തിൻ്റെ വേദികളിൽ നിന്ന്. വഹബ്ബദ ആസിഫത്തുൻ വസലൂജുൻ തുഖർരിബുനാ മിൻ ദിക്രിൻ നുഫൂസിൽ ഖാലിദ. വഹബ്ബദ, എത്ര നല്ലതാണ്. ആസിഫത്തുൻ, കൊടുങ്കാറ്റുകൾ. വസുലൂജുൻ, മഞ്ഞുവീഴ്ചകൾ. അവയൊക്കെയും തുഖർരിബുനാ, നമ്മെ അടുപ്പിക്കുന്നു. മിൻ ദിക്രിൻ നുഫൂസിൽ ഖാലിദ, നിത്യമായ മനസ്സുകളെ, ശാശ്വതമായി ജീവിക്കുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക്. അല്ലേ, ആ കുട്ടിൻ്റെ ഒപ്പം മരിച്ചു വയ്ക്കണം, അവർക്കാരുമില്ല, വിധവയാണത്. അപ്പോൾ ഇന്നലകളുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുവരുന്നത് ആ ഭയപ്പാടിലാണ് അവർ ഓർക്കുന്നത്. അപ്പോൾ ഭയപ്പെടുത്തുമ്പോഴാണ്, കൊടുങ്കാറ്റടിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് ഓർമ്മ വരുന്നത്. അത് എത്ര നല്ല കാര്യമായി. നം യാ ഹബീബി, പ്രിയപ്പെട്ടവനെ നീ ഉറങ്ങ്. ഫമിൻ ഹാദിഹിൽ അനാസിൽ മുതഹാരിബ, ഈ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രകൃതിയുടെ വിഭാഗങ്ങളും എങ്ങനെ ഏറ്റുമുട്ടുന്നു? ബിഉനുഫിൻ, ശക്തമായ നിലയിൽ. സൗഫ നജ്നി അൽ അസ്ഹാർ അൽ ജമീല, അതിൽ നിന്നെല്ലാം പിന്നീട് നാം ഭംഗിയുള്ള പൂക്കളെ പറിച്ചെടുക്കും. ഐന്ദമായ ജി ഉനൈസാൻ, ഏപ്രിൽ മാസം വരുമ്പോൾ. ഖദായബ്നി, അപ്രകാരം മോനെ. ലായസ്തസ്മിറുൽ മഹബ്ബ,
പ്രണയം അത് പൂത്തുലയുകയില്ല. ഇല്ലാ ബഅദ ബിആദിൻ അലീമിൻ, വേദനിക്കുന്ന അത്രമാത്രം അകൽച്ചകൾക്ക് ശേഷമല്ലാതെ, വസബറിൻ മുറിൻ, കൈപ്പേറിയ ക്ഷമകൾക്കപ്പുറമല്ലാതെ, വഖുനൂത്തിൻ മുത്ലിഫിൻ, വിനാശകരമായ നിരാശകൾക്കപ്പുറമല്ലാതെ പ്രണയം പൂത്തുലയുകയില്ല. നം യാ സഗീരി, മോനെ നീ ഉറങ്ങ്, ഫസൗഫ തഅതിൽ അഹ്ലാമുൽ അസ്ബ, സുന്ദരമായ മധുരമായ സ്വപ്നങ്ങൾ നിന്നിലേക്ക് വന്നേക്കും. ഇലാ നഫ്സിക, നിന്റെ മനസ്സിലേക്ക്, ഗൈറ ഖായിഫത്തിൻ, ഭയപ്പെടുത്താത്ത നിലയിൽ, മിൻ ഹൈബത്തിൽ ലൈലി, രാത്രിയുടെ ഭീതിയോ, വബത്ഷിൽ ബർദി, തണുപ്പിൻ്റെ പിടുത്തമോ ഇല്ലാതെ നിനക്ക് സ്വപ്നങ്ങൾ കണ്ട് ഉറങ്ങാൻ പറ്റിയേക്കാം. വനദറ സ്വബിയു ഇലാ ഉമ്മിഹി, ആ കുട്ടി ഉമ്മയിലേക്ക് നോക്കി. വഖദ് കഹലൻ നുആസു ഐനൈഹി, അപ്പോൾ അവൻ്റെ കണ്ണുകളിൽ ഉറക്കം തളം കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് വക്കാലവൻ പറഞ്ഞു, ലഖദ് അസ്ഖല അജ്ഫാനിൽ കറ യാ ഉമ്മ, ഉമ്മ എൻ്റെ കൺപോളകളെ ഉറക്കം ഭാരമുള്ളതാക്കിയിരിക്കുന്നു. വഅഖാഫു അൻ അനാമ ഖബ്ല തിലാവത്തി സ്വലാത്ത്, പ്രാർത്ഥനാഗീതം അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചൊല്ലുന്നതിന് മുമ്പ് ഞാൻ ഉറങ്ങിപ്പോകുമോ എന്ന് ഭയപ്പെടുന്നു. ഫആനഖതുൽ ഉമ്മു അൽ ഹനൂന, കരുണാവതിയായ ആർദ്രതയുള്ള ആ ഉമ്മ അവനെ ചേർത്തു പിടിക്കുന്നു. വനളറത്ത് മിൻ വറാഇ ദുമൂഇ ഇലാ വജ്ഹിഹി, അവൻ്റെ മുഖത്തിലേക്ക് കണ്ണുനീർത്തുള്ളികൾക്കിടയിലൂടെ ആ ഉമ്മ നോക്കുന്നു. ഏത് മുഖം? ഇലാ വജ്ഹിഹിൽ മലായിക്കി, മലക്കുകൾക്ക് സമാനമായ. സുമഖാലത്ത്, എന്നിട്ട് ഉമ്മ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുകയാണ്. ഖുൽ മഇയ യാ വലദി, മോനെ നീ എൻ്റെ കൂടെ ഏറ്റു പറയുക. അഷ്ഫിഖ് യാ റബ്ബി അലൽ ഫുഖറാ, അഷ്ഫിഖ് നീ കരുണ കാണിക്ക്, യാ റബ്ബ്, റബ്ബേ, കർത്താവേ, ജുബ്രാൻ്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവേ, നീ അനുകമ്പ കാണിക്ക്, അലൽ ഫുഖറാഇ, പാവപ്പെട്ടവരോട്, വറഹംഹും, അവരോട് നീ ആർദ്രത കാണിക്ക്, മിൻ ഖസാബത്തിൽ ബർദിൽ ഖാരിസ്, ശക്തമായ തണുപ്പിൻ്റെ ആ കാഠിന്യത്തിൽ നിന്നും, വസ്തുർ ജുസൂമഹുമുൽ ആരിയ, അവരുടെ നഗ്നമായ ശരീരത്തെ നീ മറച്ചു കൊടുക്ക്, ബി ഐദീക, നിൻ്റെ കരങ്ങളെ കൊണ്ട്, ഉൻദുർ ഇലൽ യതാമൻ നാഇമീന ഫിൽ അക്വാഹ്, കൂഹുകളിൽ കുടിലുകളിൽ ഉറങ്ങുന്ന യതീമുകളെ നീ നോക്ക്, അൻഫാസി സൽജി, അതോടൊപ്പം തന്നെ സൽജിൻ്റെ മഞ്ഞിൻ്റെ ശ്വാസങ്ങൾക്കിടയിൽ കഴിയുന്ന, തുകല്ലിമു അജ്സാമഹും, ആ സൽജാവട്ടെ ഈ യതീമുകളുടെ ശരീരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്മഇ യാ റബ്ബ്, കർത്താവെ നീ കേൾക്ക്, നിദാ അൽ അറാമിലിൽ ഖായിമാതി ഫി ശവാരിഇ, തെരുവുകളിൽ കഴിഞ്ഞുകൂടുന്ന വിധവകളുടെ വിളി നീ കേൾക്ക്. എവിടെ തെരുവുകളിൽ? ബൈന മഹാലിബിൽ മൗതി വ അൽഫാരിൽ ബർദി, തണുപ്പിൻ്റെ നഖങ്ങൾക്കിടയിലും മരണത്തിൻ്റെയും നഖങ്ങൾക്കിടയിൽ പേടിച്ചു കഴിയുന്ന. ഉംദുദ് യദക യാ റബ്ബ്, കർത്താവെ നിൻ്റെ കൈകൾ അവരിലേക്ക് നീട്ട്. ഇലാ ഖൽബിൽ ഗനിയ്യ്, സമ്പന്നരുടെ ഹൃദയങ്ങളിലേക്ക് നീട്ടിക്കൊടുക്ക്. വഫ്തഹ് ബസീറതഹു, ആ സമ്പന്നൻ്റെ ഉൾക്കാഴ്ച നീ തുറന്നു കൊടുക്ക്. ലിയറാ ഫാഖത്തൽ ദുഅഫാഇൽ മദ്ലൂമീൻ, പീഡിതരായ ദരിദ്രരുടെ, ദുർബലരുടെ ഇല്ലായ്മ അവർക്ക് കാണാൻ വേണ്ടി. റുഫ്ഖ് യാ റബ്ബ്, കർത്താവെ നീ അനുകമ്പ കാണിക്ക്. ബിൽ ജാഇഈന, വിശക്കുന്നവരോട്. അൽ വാഖിഫീന, നിൽക്കുന്ന. അമാമൽ അബ്വാബി ഫീ ഹാദൽ ലൈലിൽ ദുലൂമി, ഈ കറുത്തിരുണ്ട രാത്രിയിൽ പോലും വീടുകൾക്ക് മുമ്പിൽ വിശപ്പോടെ കാത്തു നിൽക്കുന്ന ആളുകളോട്. വഹിദിൽ ഖുറബാ, വഴിയറിയാത്തവർക്ക് നീ വഴി കാണിക്ക്. ഇലൽ മആവിദ്ദാഫിഅ, ഇളം ചൂട് ലഭിക്കുന്ന അഭയകേന്ദ്രത്തേക്ക്. വർഹം ഖുർബതഹും, അവരുടെ വന്യത അല്ലെങ്കിൽ അവരുടെ അപരിചിതത്വം നീ നീക്കിക്കൊടുക്കുക, അവർക്ക് നീ റഹ്മത്ത് ചൊരിയ്. ഉൻളുർ യാ റബ്ബ്, കർത്താവെ നീ നോക്ക്. ഇലൽ അസാഫീരി സഗീറ, ചെറിയ പക്ഷികളിലേക്ക്. വഹ്ഫദ് ബിയമീനിക്കൽ അഷ്ജാറൽ ഖായിഫ, ഭയപ്പെട്ടു നിൽക്കുന്ന മരങ്ങളോട് നിൻ്റെ കരങ്ങളെ കൊണ്ട് നീ സംരക്ഷണം ഏർപ്പെടുത്ത്. എന്തിൻ്റെ ഭയം? മിൻ ഖസാബത്തിർ റിയാഹി, കാറ്റിൻ്റെ കാഠിന്യത്തിൽ നിന്ന്. ലിയക്കുൻ ഹാദാ യാ റബ്ബ്, ഇങ്ങനെയൊക്കെ ചെയ്യ് റബ്ബേ, കർത്താവേ. വലമ്മ ആനക്കൽ ഖറ നഫ്സ സ്വബിയ്യ്, ആ കുട്ടിയുടെ മനസ്സിനെ ഉറക്കം ആലിംഗനം ചെയ്തപ്പോൾ. മദ്ദത്തുഹു വാലിദത്തുഹു അലാ ഫിറാഷിഹി, അവൻ്റെ ഉമ്മ വിരിപ്പിലേക്ക് നീട്ടി. വഖബ്ബലത്ത് ജബ്ഹതുഹു ബിശഫതൈനി മുർതജിഫതൈനി, വിറക്കുന്ന തൻ്റെ ചുണ്ടുകളെ കൊണ്ട് ആ കുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്തു. സുമ്മ റജഅത്, പിന്നെ അവൾ മടങ്ങി വന്നു. വജലസത് അമാമൽ മൗഖിദി, അവൾ ആ മൗഖിദിൻ്റെ മുമ്പിലിരുന്നു, ചൂളയടുപ്പിൻ്റെ മുമ്പിൽ അവൾ വന്നിരുന്നു. തുൻസിജു ലഹു അസ്സൂഫുർ റിദാഅൻ, അവന് വേണ്ടി ഒരു തട്ടം കമ്പിളി കൊണ്ട് അവൾ തുന്നിക്കൊണ്ടിരുന്നു. ഇതാണ്
ജുബ്രാൻ്റെ മക്കാലയുടെ ഉള്ളടക്കം. ഇവിടെ ഖുലാസത്തുൽ മക്കാല ഖുലാസ് എന്താണ്? ഫിലൈലത്തിൻ മുഗ്ലിമത്തിൻ വഹാദിഅത്തിൻ, ശാന്തമായി ഇരുട്ടുള്ള രാത്രിയിൽ, ഹാജർ റിയാഹു ഫജ്അത്തൻ, പെട്ടെന്ന് ഒരു കാറ്റ് ശക്തമായി അടിച്ചു, അലാ കൂഹിൽ അർമല, അവളുടെ വീടിൻ്റെ കൂഹിലേക്ക്, ആ കുടിലിലേക്ക്, വബദഅ യഹ്തസു ബിശിദ്ദത്തിർ റീഹി, കാറ്റിൻ്റെ കാഠിന്യം കാരണം അത് വിറക്കാൻ തുടങ്ങി, ഒന്ന് കുലുങ്ങി. ഫഖാഫ സ്വബിയു, ആ കുട്ടി ഒന്ന് ഭയപ്പെട്ടു. വഖതറബ മിൻ ഉമ്മിഹി, ഉമ്മയോട് അടുത്തു വന്നു. ഫഹ്തനതുഹു, അവൾ അവനെ ചേർത്ത് പിടിച്ചു. വഖാലത്ത് ലഹു, അവനോട് പറഞ്ഞു, ലാ തഖഫ് ബുനയ്യ, മോനെ ഭയപ്പെടേണ്ടതില്ല. ഹാദിഹി ഹിയ ത്വബീഅ, ഇതാണ് പ്രകൃതി. തുദ്ഹിറു ഖുവ്വതഹ, ആ പ്രകൃതി അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കും. അമാമ ദഅഫിൽ ഇൻസാനി, മനുഷ്യൻ്റെ ദൗർബല്യത്തിന് മുമ്പിൽ. വഹിയ തഅരിഫു മാ തഹ്താജു ഇലൈഹിൽ ഹുഖൂലു, അതാകട്ടെ ഹുഖൂലുകൾക്ക് ആവശ്യമുള്ളതാണെന്ന് നിനക്കറിയാം, അല്ലെങ്കിൽ അവൾ അറിയുന്നു. മാ തഹ്താജു ഇലൈഹിൽ ഹുഖൂലു, ആ ഒരു കുലുങ്ങലും കാറ്റും മഴയും ഇടിയും എല്ലാം തന്നെ അവ വയലുകൾക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ആവശ്യം തമ്മിൽ ഈ വെള്ളമാണ്. ഫതും തിറു, അങ്ങനെ മഴ പെയ്യും. ഹാക്കഥ വതഅസിഫു ഹാക്കഥ, ഇപ്രകാരം കാറ്റുമടിക്കും. ഫനം നൗമത്തൻ ഹനീഅത്തൻ, അതിനാൽ നീ ശാന്തമായി ഉറങ്ങുക. ഫതസൂലു ഹാദിഹിൽ ലൈല അൽ മുഖീഫ, ഈ ഭയപ്പെടുത്തുന്ന രാത്രി നീങ്ങിപ്പോകും. വഗദൻ തറസ്സമാ സ്വാഫിയത്തൻ ലാ ഗുബാറ ഫീഹി, യാതൊരു മൂടലുമില്ലാത്ത തെളിഞ്ഞ ആകാശത്തെ നാളെ കാണാൻ സാധിക്കും. വഹാദിഹി ത്വബീഅ, ഈ പ്രകൃതി, തുദക്കിറുന അയ്യാമന, നമ്മുടെ ദിവസങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏത് ദിവസം? അൽ മാദിയ, കഴിഞ്ഞുപോയ ദിനങ്ങൾ. മഅ വാലിദിക്ക്, നിൻ്റെ പിതാവിനോടൊത്ത്. വഹുവ യൻദുറുന, അദ്ദേഹം ഇപ്പോൾ നോക്കുന്നുണ്ട്, നമ്മെ നോക്കുന്നുണ്ട്. മിനസ്സമാ ഇലൈന, ആകാശലോകത്ത് നമ്മിലേക്ക് നോക്കി കാണുന്നുണ്ട്. സുമ്മ തത്ലുബു മിൻ വലനൽ വലദ്, പിന്നീട് അവൾ കുട്ടിനോട് ആവശ്യപ്പെടുന്നുണ്ട്. യദ്ഉ അല്ലാഹ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ, അഥവാ അവരുടെ ഭാഷ പറഞ്ഞാൽ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. ലിഷഫഖത്തിഹി, അവൻ്റെ അനുകമ്പയ്ക്ക് വേണ്ടിയും, റഹ്മത്തിഹി, അവൻ്റെ കാരുണ്യത്തിന് വേണ്ടിയും, അൽ ഫുഖറാ ദുഅഫാഇ, ദുർബലരായ സാധുക്കൾക്ക് വേണ്ടി, ഫിൽ കൗനി, പ്രപഞ്ചത്തിൽ. അവിടെ ക്വസ്റ്റ്യൻ ആൻസറുകളുണ്ട്, ഇത് ദരിവാത്ത് നമ്മൾ വായിച്ചു നോക്കുക. ഇതിലൂടെ പഠിച്ച കാര്യം, അൽ മഖാല ഫന്നു അർദിൽ അഫ്കാരി വൽ ആറായി അർദൻ ഇൽമിയൻ. മക്കാലയുടെ നിർവചനമാണ് ഫന്നു അർദിൽ അഫ്കാർ, ചിന്തകളുടെ അവതരണമാണ്. വൽ ആറാ, അഭിപ്രായങ്ങളുടെയും. അർദൻ ഇൽമിയൻ, വൈജ്ഞാനികമായ ഒരു അവതരണം. നശഅത്തിൽ മഖാലത്തു ഫിൽ അദബിൽ അറബി ഫിൽ അസ്ൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലാണ് മഖാലകൾ ഉണ്ടായിട്ടുള്ളത്. കാന ഫന്നുൽ കിതാബത്തി മൗജൂദ ഫിൽ അസ്ൽ ഉമവി, എഴുത്ത് എന്ന ഒരു കല അറബി സാഹിത്യത്തിൽ ഉമവി കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സൂറത്ത് ഉലീലിൽ മഖാലാത്തിൽ അദബിയ, അതാവട്ടെ സാഹിത്യ മഖാലകളുടെ ഒന്നാമത്തെ രൂപമായിട്ട് നമുക്ക് പറയാം. സഅത്ത് സിഹാഫ കസീറൻ, പത്രപ്രവർത്തനം, ജേർണലിസം, അതാണ് ധാരാളമായി സഹായിച്ചിട്ടുള്ളത്. ഫി തതവ്വുരി ഫന്നിൽ മഖാല അറബിയ, അറബി മഖാലയുടെ വളർച്ചയിൽ. ജുബ്രാൻ ഖലീൽ ജുബ്രാൻ അദീബുൻ മാഹിറുൻ, പ്രഗത്ഭനായ സാഹിത്യകാരനാണ് ജുബ്രാൻ. ഖദ് ലഹറ മിൻ അഖ്ലാമിഹി, അദ്ദേഹത്തിൻ്റെ കലമിലൂടെ വന്നിട്ടുണ്ട്. മുഅല്ലഫാത്തുൻ അദബിയ ഖാലിദ, ശാശ്വതമായ സാഹിത്യ രചനകൾ, കൃതികൾ. ലഹു അഅ്മാലുൻ അദബിയ ഫിൽ അറബിയ വൽ ഇൻജിലീസിയ, ഇംഗ്ലീഷിലും അറബിയിലും ധാരാളം രചനകൾ, കൃതികൾ അദ്ദേഹത്തിനുണ്ട്. തുർജിമത്തു മുഅല്ലഫാത്തുഹു ഇലാ ഇദ്ദത്തി ലുഗാത്തിൻ, വ്യത്യസ്ത ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറാബിത്തത്തുൽ ഖലമിയ, അത് ഹറക്കത്തുൻ അദബിയ്യത്തുൻ, ഒരു സാഹിത്യ പ്രസ്ഥാനമാണ്. ഉസിസത്ത് ഫി ന്യൂയോർക്കിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. ഖദ് സാഹമ ജുബ്രാൻ ഫി നിഷാത്തതിഹി, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അൽ അർമില വബനുഹ മഖാലത്തുൻ സഗീറത്തുൻ, അതൊരു മഖാലയാണ്, ചെറിയ മഖാലയാണ്. മുതളമ്മിനത്തുൻ ഫി കിതാബി ദംഅ വബ്തിസാമ ലി ജുബ്രാൻ ദംഅ വബ്തിസാമ എന്ന ഗ്രന്ഥത്തിലാണ് അത് ഉൾക്കൊള്ളുന്നത്. അൽ മഖാല തബിയ അർമില വബനുഹ എന്നുള്ള മഖാല തുസവ്വിറു അമാമന, നമുക്ക് മുമ്പിൽ ചിത്രീകരിക്കുന്നു. സുവറൽ ഇൻസാൻ, മനുഷ്യൻ്റെ ചിത്രം. അൽ കാഇനിൽ ദഈഫ്, ദുർബലനായിട്ടുള്ള. അമാമ ഖുവ്വത്തിൽ ലവാഹിരി ത്വബിഇയ്യ, പ്രകൃതിയുടെ പ്രതിഭാസ ശക്തികൾക്ക് മുമ്പിൽ ദുർബലനായിത്തീർന്ന. വയുബയ്യിനു അൻ അഹമ്മിയത്തിൽ ഇൽതിജാ ഇലാ ഖാലിഖിഹ, സൃഷ്ടാവിലേക്ക് മനുഷ്യൻ അഭയം പ്രാപിക്കുന്നതിൻ്റെ പ്രാധാന്യം അതിൽ വ്യക്തമാക്കുന്നുണ്ട്. വത്തഫാഉൽ ഫീ ഖദ്രിഹി വഖളാഇഹി, ആ സൃഷ്ടാവിൻ്റെ വിധിയിലുള്ള പോസിറ്റീവ് മനോഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മക്കാലയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻസ് ആണ്. ഫി ഐ ആസിരിൻ ബദഅ ഫന്നുൽ കിതാബ ഫിൽ അറബിയ, ഏത് കാലഘട്ടത്തിലാണ് അറബിയിൽ ഫന്നുൽ കിതാബ ആരംഭിച്ചത്, എഴുത്ത് എന്ന കല ആരംഭിച്ചത്.
ഉദ്കുർ സലാസ്ത അൻവാഇ മീൻ ഫന്നിൽ മക്കാല, മക്കാല എന്ന കലയുടെ 3 ഇനങ്ങൾ വ്യക്തമാക്കുക. ഉദ്കുർ സലാസ്ത അലാമി മഷ്ഹൂറ ഫി ഫന്നിൽ മക്കാല അറബിയ, അറബി മക്കാല എന്ന കലയിൽ പ്രസിദ്ധരായ 3 അലാമുകളെ, മഹാരഥന്മാരെ പറ്റി പറയുക, പേര് പറയുക. മാഹിയൽ ഹറക്കൽ അദബിയല്ലത്തി ഷാറക്കത്ത് ഫിഹ ജുബ്രാൻ, ജുബ്രാൻ പങ്കാളിയായിട്ടുള്ള സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പേര് എന്താണ്, സാഹിത്യ പ്രസ്ഥാനം എന്താണ്? ഉദ്കുർ സലാസ്ത ബിൻ അമാൽ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ്റെ 3 കൃതികൾ, വർക്കുകൾ പറയുക. മഹുൽ കിതാബുൽ അസുലി, അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അല്ലതി ഉഖിദത്ത് മിൻഹൽ മക്കാല അൽ അർമില വബ്നുഹ, അൽ അർമില വബ്നുഹ എന്ന ഗ്രന്ഥം എന്ന മക്കാല എടുത്തിട്ടുള്ള അതിൻ്റെ അസുലിയായ ഗ്രന്ഥം ഏതാണ്? അടുത്തത് അന്നബിയു കിതാബുൻ, ഒരു കിതാബാണ്. തുർജുമയില 110 ലുഗാത്തിൻ ആലമിയ, 110ഓളം ലോകഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഗ്രന്ഥമാണ് അന്നബി. മൻ ഹുവ മുസന്നിഫു ഹാദൽ കിതാബ്, ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? ഉദ്കുർ സലാസ കലിമാത്തിൻ വാരിദ ഫിന്നസ് തദുൽ അലൽ മവാസിം, മൗസിമുകളെക്കുറിച്ച് അറിയിക്കുന്ന, മൗസിം സീസൺ, കാലത്തെ കുറിച്ച് അറിയിക്കുന്ന 3 കലിമ നസ്ലിൽ വന്നിട്ടുണ്ട്, പാഠത്തിൽ വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പറയാം. ഉദ്കുർ കലിമ വറദ ഫിന്നസ് തദുൽ അല ജിഹത്തിൻ, ദിക്കുകളെക്കുറിച്ച് അറിയിക്കുന്ന 3 കലിമത്ത് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് എന്ന് പറയുക. ഉദ്കുർ കലിമ വറദ ഫിന്നസ് തദുൽ അല ഇസ്മി ഷഹറിൻ, മാസത്തെക്കുറിച്ച് അറിയിക്കുന്ന കലിമത്ത് വന്നിട്ടുണ്ട്. 3 കെലിമത്തിൽ വന്നിട്ടുണ്ട്. ആ കെലിമത്ത് ഏതാണ് എന്ന് പറയുക. അതിൻ്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചാപ്റ്റർ യൂണിറ്റ് 2 ഇൻഷാ അല്ലാഹ് മറ്റൊക്കെ നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.